ഹിന്ദുക്കളുടെ ആചാരങ്ങളെയും അതുപോലെ വിശ്വാസങ്ങളെയും ഒക്കെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂവർഷിപ്പ് കൂടും, കാശ് കിട്ടും. അവർ ഈ ചൂണ്ടുന്ന വിരലൊക്കെ തന്നെ ഇവിടുത്തെ ഇസ്ലാമിനെതിരെ എന്തുകൊണ്ട് ചൂണ്ടുന്നില്ല? കാരണം നാളെ അവർ ഇവിടെ ജീവിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ വരെ കണ്ടത് എതിർക്കുന്ന സുജയെയും മോഹൻലാലിനെയോ മമ്മൂട്ടിയെയോ അതുപോലെ മഞ്ജു വാര്യരുണ്ട്, ശോഭനയുണ്ട് തുടങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ വെല്ലുന്ന നടീം നടന്മാരുമാണ് ഇന്ന് നമ്മുടെ ചാനലുകളിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇന്ന് എൻ്റെ ഒരു ചോദ്യം തന്നെ വന്നത്. മാധ്യമങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയാൻ ആരും തയ്യാറാവുന്നില്ല, ഇവിടുത്തെ ജാതി സംഘടനകൾ തയ്യാറാവുന്നില്ല. കാരണം ഇവരൊക്കെ ഇവരുടെ സ്വാധീനത്തിൽപ്പെട്ടിരിക്കുക. മുമ്പൊരു മന്ത്രിണി ഉണ്ടായിരുന്നല്ലോ, അവരും പറഞ്ഞില്ലേ സ്ത്രീകൾ കുളത്തിൽ കുളിച്ച് നേരെ ദർശനം ചെയ്യാൻ വരുന്നത് അവരുടെ ലൈംഗികത പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എവിടെ പോയി SIT ശബരിമല കൊള്ള ഇന്ന് എവിടെ നിൽക്കുന്നു? മോഷ്ടിച്ചവരൊക്കെ അവിടെ വീട്ടിൽ സുഖമായിരിക്കുന്നു. ഹിന്ദു എന്ന് പറയുന്നൊരു വിഭാഗം ഇവിടെ ജാതികളായി മാറി നിൽക്കേണ്ട ആവശ്യം, പല ജാതികളായി തട്ടുകളിൽ നിന്നുകൊണ്ട് മത്സരിക്കുകയും തമ്മിലടിക്കുകയും ചെയ്യേണ്ടുന്ന ആവശ്യം ഇവിടുത്തെ പാർട്ടിക്കാനുള്ളത്. ഭദ്രകാളി അമ്മയുണ്ടെങ്കിൽ ഈ പറഞ്ഞവരൊക്കെ അനുഭവിക്കും എന്ന് പറയത്തക്ക രീതിയിലേക്ക് ഈ ഇടതുപക്ഷക്കാർ മാറി. നമസ്കാരം, അമേസിംഗ് റിയലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷിയാണ്, ശ്രീരാമദാസ ആശ്രമം മഠാധിപതി കൂടിയാണ്. സ്വാഗതം ചെയ്യാം സാർ. സ്വാമിജി നമസ്കാരം. സ്വാമിജി, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ അമ്മമാർ അമ്പലത്തിൽ പോകാറുണ്ട്. രാമായണം ഭാഗവതം ഒക്കെ വായിച്ച് 12 മണി വരെയൊക്കെ അവരുടെ ശിഷ്ടകാലം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. രാമനെയും ഒക്കെ ഭജിച്ച് ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ല, ഒരു തീവ്രവാദത്തിനും പോകുന്നില്ല. പക്ഷേ ആ അമ്മമാരെയാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ വേണു. അവർക്ക് ഉച്ചവരെ ഇരിക്കുമ്പോൾ അമ്പല കമ്മിറ്റിക്കാർ അവർക്ക് എവിടെ നിന്നാണ് ഈ ഫണ്ട്, അവർക്ക് ആഹാരം കൊടുക്കണ്ടേ, ഭയങ്കര കരുതലാണ്. ഈ കരുതലൊന്നും മറ്റ് സമുദായങ്ങളിലൊക്കെ വരുമ്പോൾ അതൊന്നും പറയാൻ ഇവർക്ക് ധൈര്യമില്ല. അതുപോലെ തന്നെ സുജയ, എല്ലാവരും അവരൊരു സംഖ്യയാണെന്നും അല്ലെങ്കിൽ ഒരു ഹൈന്ദവന് വേണ്ടി നിലനിൽക്കുന്നൊരു സ്ത്രീ ആണെന്നും ഒക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അവരിത് കേട്ടുകൊണ്ടിരിക്കുന്നു, മിണ്ടുന്നില്ല. ഇപ്പം കഴിഞ്ഞ 2 ദിവസമായി. എന്തു പറ്റി സ്വാമിജി ഈ ഒരു മതത്തോട് മാത്രം ഇത്തരം ഒരു അവജ്ഞയും? നോക്കൂ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. ഹിന്ദുക്കളുടെ ആചാരങ്ങളെയും അതുപോലെ വിശ്വാസങ്ങളെയും ഒക്കെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂവർഷിപ്പ് കൂടും, കാശ് കിട്ടും, ഇങ്ങനെയുള്ളൊരു ബിസിനസ്സിൻ്റെ ചിന്ത കൂടി അതിനകത്തുണ്ട്. പിന്നെ ഹിന്ദുവിനെ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും പറയുന്നവർക്കും ചെയ്യുന്നവർക്കും ഇവിടെ ഒരു നഷ്ടവും വരാൻ പോണില്ല, അവർക്ക് വളരെ സേഫായിട്ട് തന്നെ ഇവിടെ ജീവിക്കാൻ കഴിയും എന്നുള്ളൊരു ഉറപ്പ്. അതെ. പക്ഷേ അത് ഹിന്ദുവിൻ്റെ ഗുണമാണ്, അവൻ്റെ ക്ഷമയാണ്, അവൻ്റെ സംസ്കാരമാണ് എന്നുള്ളത് ഇവർ അറിയുന്നില്ല. ആ ക്ഷമയും ഗുണവും സംസ്കാരവും ഈ സമൂഹത്തിൽ നിലനിന്ന് പോകുന്നതിൻ്റെ കാരണം ഇവർ ആക്ഷേപിക്കുന്ന സംഘിയോ ഹിന്ദുവോ നമ്മുടെ സനാതനധർമ്മമോ ആണ്. അതെ അതെ അതെ. അതുകൊണ്ടാണ് ഇവരിന്നിവിടെ ജീവിച്ചിരിക്കുന്നത് എന്നുകൂടി പറയാൻ യാതൊരു മടിയുമില്ല. കാരണം അവർ ഈ ചൂണ്ടുന്ന വിരലൊക്കെ തന്നെ ഇവിടുത്തെ ഇസ്ലാമിനെതിരെ എന്തുകൊണ്ട് ചൂണ്ടുന്നില്ല? ഇതാണ് എൻ്റെ ഈ സംശയം. കാരണം നാളെ അവർ ഇവിടെ ജീവിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അവർ ഒരുപക്ഷെ പ്രവർത്തിക്കുന്ന ആ പ്രസ്ഥാനങ്ങളിൽ അവരുണ്ടാവില്ല. അതെ. അതിലുണ്ടായാലും അവരിറങ്ങി ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ അവർക്ക് കഴിയില്ല. അതെ. അവരുടെ പ്രസ്ഥാനങ്ങൾ പൂട്ടിക്കെട്ടേണ്ടി വരും. അങ്ങനെ ധാരാളം വെല്ലുവിളികളും ജീവന് ഭീഷണിയും ഉണ്ടാകുന്ന സാഹചര്യം ഹിന്ദുവിനെ അല്ലാതെ മറ്റ് മതസ്ഥരെ പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകും. ആ ഒരു ചിന്തയാണ് ഇതിന് കാരണം. ഇതൊന്നും ഹിന്ദുവിൻ്റെ ഒരു വീക്ക്നെസ്സായി ദൗർബല്യമായി ഇത്തരക്കാർ കാണരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ വേളയിൽ സന്യാസി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. കാരണം സന്യാസിയുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ ഒന്ന് കേൾക്കുമ്പോഴോ കാണുമ്പോഴോ ഉടനെ വികാരം കൊണ്ട് പ്രതികരിച്ച് അവർക്കെതിരെ അത്തരം നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതല്ല. അത് സന്യാസിയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ സംസ്കാരം, ഹിന്ദുവിൻ്റെ സംസ്കാരം. അവിടെയും സാമം, ദാനം, ഭേദം എന്നുള്ള 3 കാര്യങ്ങൾ, 3 ഘട്ടങ്ങൾ കഴിഞ്ഞു മാത്രമേ ദണ്ഡം എന്ന് പറയുന്ന ഒരു ശിക്ഷാ നടപടിയിലേക്ക്, പ്രതികാര നടപടിയിലേക്ക് കടക്കുന്നുള്ളൂ. അത് ഹിന്ദു മറന്നിട്ടില്ല എന്നുള്ളത് കൂടി ഇത്തരക്കാർ ഓർക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഞാൻ എന്ത് കാര്യത്തിനും ഇടപെട്ട് സംസാരിക്കുന്ന ആളാണ് സുജയ പാർവതി. ഇപ്പോൾ ആ ചാനലിൻ്റെ ചീഫ് എഡിറ്റർ പോസ്റ്റിലിരിക്കുകയാണ്. അപ്പം അവരുടെ മുന്നിൽ വെച്ചാണ് ഇത് കാര്യം. അപ്പോൾ ഇത് ഇന്നലെ വരെ കണ്ടത് എതിർക്കുന്ന സുജയും. നോക്കൂ,
ഈ ചാനലുകൾ എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ആളുകൾ പൈസ വാങ്ങി ജോലി ചെയ്യുന്നവരാണ്. ഇവർക്കൊന്നും സ്വന്തമായി ഒരു നിലപാടുകളും ഇല്ല. സ്വന്തമായി നിലപാടുള്ള ആളുകളാണെങ്കിൽ അവർ സ്വന്തമായി ചാനൽ തുടങ്ങേണ്ടി വരും. അവരൊക്കെ വളരെ കൂടുതൽ എതിർപ്പുകൾ നേരിടുന്നുമുണ്ട്. അതുകൊണ്ട് ഇനി ആര് ഏത് പറഞ്ഞാലും ശരി, ഇനി ഹിന്ദുവിനെ അനുകൂലിച്ച് പറഞ്ഞാലും പ്രതികൂലിച്ച് പറഞ്ഞാലും, അവരവിടെ നിന്ന് എന്ത് പ്രസ്താവനകൾ ഇറക്കിയാലും ഇതൊക്കെ അവരുടെ അഭിപ്രായമാണെന്ന് തെറ്റിദ്ധരിക്കാൻ തക്ക രീതിയിൽ നമ്മളെ വിഡ്ഢികളാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വലിയ വലിയ നടന്മാരും നടികളുമാണ് ഇന്ന് ചാനലുകളിൽ ഇരിക്കുന്നത്. ഒരുപക്ഷെ മോഹൻലാലിനെയോ മമ്മൂട്ടിയെയോ അതുപോലെ മറ്റു പല ഉണ്ടല്ലോ, മഞ്ജു വാര്യരുണ്ട്, ശോഭനയുണ്ട്, തുടങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ വെല്ലുന്ന നടിയും നടന്മാരുമാണ് ഇന്ന് നമ്മുടെ ചാനലുകളിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇന്ന് എൻ്റെ ഒരു ചോദ്യം തന്നെ വന്നത്. വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇന്നയാൾ ഇങ്ങനെയായിരുന്നല്ലോ പറഞ്ഞത്, ഇന്നയാൾ ഇങ്ങനെയായിരുന്നല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവരുടെയൊക്കെ ഉള്ളിൽ അതായിരിക്കാം, അല്ലാതിരിക്കാം. പക്ഷേ നമ്മൾ വ്യൂവേഴ്സ് എന്നുള്ള നിലയിൽ ധരിക്കേണ്ടത് ഇവരൊക്കെ കാശ് വാങ്ങി അഭിനയിക്കുകയാണ്. അതുമല്ലെങ്കിൽ അവർക്ക് അവരുടെ പ്രതികാരം വീട്ടാൻ വേണ്ടി അവർക്ക് പറ്റിയ ചാനലിൽ അവർ വന്നിരുന്ന് അവർ പ്രസ്താവിക്കുകയാണ്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവിടെയാണ് ഇവിടെ നമുക്ക് പറയേണ്ടി വരുന്നത്, യഥാർത്ഥത്തിൽ പത്രധർമ്മം, മാധ്യമധർമ്മം എന്നുള്ള നിലയിൽ ഒരു ധർമ്മം ഇവിടെ ഒരു ചാനലുകളും സൂക്ഷിക്കുന്നില്ല. 99% നമ്മുടെ മാധ്യമങ്ങൾ ആ ഒരു ധർമ്മം സൂക്ഷിക്കുന്ന മാധ്യമങ്ങളല്ല. അതുകൊണ്ടാണല്ലോ തെറ്റിദ്ധരിപ്പിച്ച് പലതും പല രീതിയിലും ഇവർക്ക് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ തിരിച്ചുവിടാൻ കഴിയുന്നത്. അങ്ങനെയല്ലേ? അപ്പോൾ ആ രീതിയിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയാൻ ആരും തയ്യാറാവുന്നില്ല. ഇവിടുത്തെ ജാതി സംഘടനകൾ തയ്യാറാവുന്നില്ല. ഇവിടുത്തെ മറ്റു പല NGOകൾ തയ്യാറാകുന്നില്ല. കാരണം ഇവരൊക്കെ ഇവരുടെ സ്വാധീനത്തിൽപ്പെട്ടിരിക്കുകയാണ്. ആർക്കും ആക്ഷേപം കേൾക്കുന്നത് ഇഷ്ടമല്ല, അപവാദം കേൾക്കുന്നത് ഇഷ്ടമല്ല. എല്ലാവർക്കും അവനവനെ പുകഴ്ത്തി പറയുന്നത് ആണ് ഇഷ്ടം. ആ ഒരു കാര്യത്തിൽ നമ്മുടെ സമൂഹം സാക്രിഫൈസ് എന്നുള്ള ഒരു കാര്യം അവർ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സത്യവും ധർമ്മവും ഒക്കെ നിലനിൽക്കൂ. ഇപ്പം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അങ്ങേപ്പോലുള്ള വളരെ ചുരുക്കം ആളുകളാണ് പ്രതികരിക്കുന്നത്. കാര്യം നമ്മളെപ്പോലുള്ള ആളുകൾ ചോദിക്കുന്നു, മറുപടി കേൾക്കാൻ ഒരുപാട് പേര് പുറത്തുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ, ഞാൻ ആ വ്യക്തിയുടെ പേര് വീണ്ടും പറയുന്നു, സുജയ എന്നുള്ള റിപ്പോർട്ടർ ചാനലിരിക്കുന്ന സമയത്ത് സംഘപരിവാറിനും സംഘത്തിനും അല്ലെങ്കിൽ ആ ഒരു ആത്മീയതയ്ക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തെ മുറുകെ പിടിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ പല റീൽസിൽ അവിടെ തന്നെ ഞാൻ പറഞ്ഞു തരാം. റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ഉടമസ്ഥരാണ് ആരാണെന്ന് ഇവിടെ ആർക്കും പറഞ്ഞു കൊടുക്കണ്ട, അറിയാം. ആ ചാനലിൻ്റെ താല്പര്യങ്ങൾക്കെതിരെ പറയാൻ അവർ ശമ്പളം കൊടുത്ത് ഒരാളിനെ ഇരുത്തും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ അവിടെ തെറ്റി. ഇത് രണ്ട് വികാരങ്ങൾ തമ്മിലുള്ള, രണ്ട് താല്പര്യങ്ങൾ തമ്മിലുള്ള, മനസ്സിലായി, രണ്ട് അഭിപ്രായഗതികൾ തമ്മിലുള്ള, രണ്ട് പാർട്ടി സന്ദേശങ്ങൾ തമ്മിലുള്ള തമ്മിലടി എന്നുള്ള നിലയിൽ അവിടെ കൂട്ടിമുട്ടലുകളും ഒരസലുകളും ഉണ്ടാകുമ്പോൾ ആളുകൾ കണ്ടിരുന്നു കൊള്ളും. ആളുകളെ രസിപ്പിക്കാനും അല്ലെങ്കിൽ രണ്ട് ചേരിയാക്കി അവരെ നിർത്തി ഇന്ന ചാനൽ കാണാം, ഒരു യുദ്ധം നമുക്ക് കാണാം, അല്ലെങ്കിൽ ഈ കുരങ്ങ് കളിപ്പിക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും ശരി, അങ്ങനെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് കാശുണ്ടാക്കുന്ന ഒരു പദ്ധതിയിലോ ആണ് ഇതൊക്കെ നടന്നു വരുന്നത്. അല്ലാതെ വ്യക്തികളെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയും അങ്ങനെ വിശ്വസിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ, കാരണം അന്തസ്സും അഭിമാനവുമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നട്ടലുള്ള ആളുകൾക്ക് സ്വന്തമായ ഒരു അഭിപ്രായം ഉണ്ടാവും. തീർച്ചയായും ആ സ്വന്തമായ ഒരു അഭിപ്രായമുള്ളവർ ആ അഭിപ്രായഗതിക്ക് യോജിക്കുന്ന ഒരു പോളിസിയുള്ള ചാനലിൽ മാത്രമേ പ്രവർത്തിക്കൂ. ഉറപ്പില്ല. ഇതിപ്പം നിങ്ങൾ പറഞ്ഞ ചാനലിൽ നേരത്തെ ഈ പേരുകളൊന്നും പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യം എന്നെ സംബന്ധിച്ചില്ല. അത് X ആകട്ടെ Y ആകട്ടെ, ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ട്രെൻഡാണിത്. അതുകൊണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ എന്താണോ മുതലാളി പറയുന്നത് അതങ്ങ് ചെയ്യുക. തീർച്ചയായും നല്ല രീതിയിലൊന്ന് അഭിനയിക്കുക. തീർച്ചയായും മനസ്സിലായില്ലേ? അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ മറ്റൊന്ന് ആദ്യമേ സൂചിപ്പിച്ചല്ലോ, എന്താണ് ഹിന്ദു സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നതിനെതിരെ, ഹിന്ദു കൂട്ടങ്ങൾ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്നതിനെതിരെ അതൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ആ രീതിയിൽ എന്തോ കാശ് സമ്പാദിക്കുകയാണ്. മറ്റൊരു ടെററിസമാണ്, ഹിന്ദു ടെററിസമാണ്, ഹിന്ദു തീവ്രവാദമാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെയുള്ള നിലയിൽ പറയുമ്പോൾ, മുമ്പൊരു മന്ത്രിണി ഉണ്ടായിരുന്നല്ലോ, അവരും പറഞ്ഞില്ലേ, സ്ത്രീകൾ കുളത്തിൽ കുളിച്ച് നേരെ ദർശനം ചെയ്യാൻ വരുന്നത് അവരുടെ ലൈംഗികത പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
പുരുഷന്മാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതെ, അതെ. ഇങ്ങനെയൊക്കെ പറഞ്ഞ വിവരം കെട്ട ആളുകൾ നോക്കൂ, അവരും ക്ഷേത്രത്തിൽ പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം തീർച്ചയായും ക്ഷേത്രത്തെക്കുറിച്ചും ഈശ്വരൻ സങ്കല്പങ്ങളെക്കുറിച്ചും നല്ലത് പറയുന്നതും കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതൊക്കെ? അവസരവാദമാണ്. എന്തു പറഞ്ഞാലാണോ അവിടെ ശ്രദ്ധിക്കപ്പെടുന്നത് അത് പറയുക എന്നുള്ളതാണ് എൻ്റെ കാര്യം. സ്വന്തമായി അഭിപ്രായമില്ല, നട്ടല്ലില്ല, ആദർശബോധമില്ല, ധർമ്മബോധമില്ല. അത് ഭരണാധികാരികൾക്കില്ലാതെ പോയാൽ വളരെയധികം അപകടമാണ്. അതുപോലെ തന്നെ മാധ്യമം എന്ന് പറയുന്നത് ഫോർത്ത് പില്ലറാണ്. ജനാധിപത്യത്തിൻ്റെ ഫോർത്ത് പില്ലർ, ഫോർത്ത് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വലിയൊരു ധർമ്മം ഇല്ലേ? ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാധ്യമമാണ്. ആ മാധ്യമത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഈ നാട്ടിലെ സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ട് പോകുവാനുള്ള ഒരു പോളിസി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതല്ലേ അതിൻ്റെ ധർമ്മം. സത്യം മുന്നോട്ട് കൊണ്ടുവരണമെന്നല്ലേ, നേരറിയാൻ എന്നല്ലേ പറയുന്നത്, അല്ലേ? എല്ലാ ചാനലും അങ്ങനെയാണ് ടാഗ് ലൈൻ കൊടുത്തത്. ടാഗ് ലൈൻ അങ്ങനെ കൊടുക്കും, ടാഗ് ലൈൻ മാത്രമേ ഉള്ളൂ. ഇതല്ലേ നമ്മൾ കാണുന്നത്. നോക്കൂ, അപ്പോൾ നമ്മുടെ ഭരണഘടന പോലും, കോടതികളിൽ പോലും എന്താ പറയുന്നത്? സത്യമേവ ജയതേ, അല്ലേ? അല്ലെ, യഥോ ധർമ്മസ്തോ ജയ, ഇങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ മുദ്രാവാക്യങ്ങൾ. അപ്പം ധർമ്മം എവിടെയുണ്ടോ അവിടെ ജയമുണ്ടാകട്ടെ. സത്യമാണ് ജയിക്കേണ്ടതെന്ന് കോടതിയുടെ മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ആണോ? സത്യമാണോ ഇന്ന് കോടതികളിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നത്? തെളിവിൻ്റെ അടിസ്ഥാനത്തിലെ ജഡ്ജിനൊരു തീരുമാനം എടുക്കാൻ ഒക്കൂ. തെളിവുകൾ എങ്ങനെ മുക്കാം, എങ്ങനെ പൊക്കാം എന്നുള്ളതൊക്കെ ഇവിടുത്തെ പോലീസുകാർക്കറിയാം, ഇവിടുത്തെ സർക്കാരിനറിയാം. തീർച്ചയായിട്ടും. എവിടെ പോയി SIT ശബരിമല കൊള്ള ഇന്ന് എവിടെ നിൽക്കുന്നു? മോഷ്ടിച്ചവരൊക്കെ അവിടെ വീട്ടിൽ സുഖമായിരിക്കുന്നു. കേസുകളൊക്കെ ചാർജ് ചെയ്ത് അകത്തിട്ടിട്ട് വെളിയിൽ പോയി ഇതാ സുഖമായി ജീവിക്കുന്നുണ്ട് അവരൊക്കെ. ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലായില്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇവിടുത്തെ കോടതി പോലും അന്വേഷണത്തിൽ അതിർത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നിയമിച്ചത് എന്നവർ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെ നിൽക്കുന്നു? CBI വരണം എന്നൊരു വിഭാഗം ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശബ്ദം ആരാ കേൾക്കുന്നത്? ആർക്കാണ് ഇതിനൊക്കെ ഒരു താല്പര്യം? ഇതൊക്കെ ഒരു പള്ളിയുടെ നേരെ ആയിരുന്നെങ്കിൽ, ഒരു മസ്ജിദിന് നേരെ ആയിരുന്നുവെങ്കിൽ എന്നേ ഇതിന് പരിഹാരം കണ്ടനെ. തീർച്ചയായും, യാതൊരു സംശയമില്ല. അവിടെ നിന്നൊക്കെ മോഷണം നടത്താൻ ഇതുപോലെ സർക്കാരിൻ്റെ സ്വാധീനം അവിടെ ഇല്ലല്ലോ. സർക്കാരിന് പോയി പള്ളി ഭരിക്കാൻ പറ്റുമോ? സർക്കാരിന് പോയി മസ്ജിദ് ഭരിക്കാൻ പറ്റുമോ? സർക്കാർ ഭരിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ വിശ്വാസിയാണെങ്കിൽ പോലും പ്രശ്നമില്ല. പണ്ട് രാജാവ് എന്ന് പറയുന്ന രീതിയിൽ, രാജഭരണം ഉണ്ടായിരുന്ന രീതിയിൽ രാജാവിൻ്റെ സർക്കാരാണ്. ആ സർക്കാരാണ് അമ്പലങ്ങൾ ഉണ്ടാക്കിയത്, മഹാക്ഷേത്രങ്ങൾ ഈ ഭാരതത്തിൽ ഉണ്ടാക്കിയത് ആ സർക്കാരുകളാണ്. അത് വിശ്വാസമുള്ളത് കൊണ്ടാണ് സംഭവിച്ചത്. പക്ഷേ അവിടെ നിന്ന് അവിശ്വാസിയുടെ കയ്യിലേക്ക് അവർക്ക് എന്തും ചെയ്യാം, എങ്ങനെയും ക്ഷേത്രത്തെ ഉപയോഗിക്കാം, ഭക്തന്മാരെ എങ്ങനെയും കൈകാര്യം ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറി വന്നപ്പോഴാണ് ഇവിടുത്തെ ഈ മോഷണവും കാര്യങ്ങളും കൊള്ളയും, അതുപോലെ തന്നെ ഹിന്ദു കാണിക്കേണ്ടുന്ന പൈസ എടുത്ത് മറ്റുള്ളവർക്ക് പെൻഷൻ കൊടുക്കുക, മദ്രസയ്ക്ക് ശമ്പളം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് കൊണ്ടല്ലേ. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ശബരിമല കൊള്ളയുടെ ബാക്കി അന്വേഷണാത്മകമായിട്ട് അവർക്ക് ബിഗ് TV എന്നുള്ള പുതിയ ചാനലാണ്. അപ്പം അതിന് പകരം ഇത്തരം കാര്യങ്ങളിലേക്കാണ്, ഈ അമ്മമാരിലേക്കാണ് ഈ പ്രായം. നോക്കൂ, ഈ ചാനൽ വരുന്നതിന് മുമ്പേ ഈ ചാനൽ ആരാണ് തുടങ്ങുന്നത്, അതിൻ്റെ പോളിസി എന്തായിരിക്കും എന്നൊക്കെ ബുദ്ധിയുള്ളവരുടെ എല്ലാവർക്കും അറിയാം, ഇല്ലേ? ഇവരൊക്കെ പറയുന്നത് എന്താ? സത്യം പുറത്ത് കൊണ്ടുവരിക, ഞങ്ങൾക്ക് ആരോലും പ്രത്യേക മമതയില്ല, ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അതാണോ നമ്മൾ കാണുന്നത്? അല്ലല്ലോ. അല്ല. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കൾ ഉണർന്നേ മതിയാകൂ എന്നുള്ളതാണ്. ഹിന്ദു ഒരു വിധത്തിലും സംഘടിക്കില്ല എന്നുള്ളൊരു വിചാരം വളരെ സ്ട്രോങ് ആയി തന്നെ ഇവരുടെയൊക്കെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദു എന്ന് പറയുന്നൊരു വിഭാഗം ഇവിടെ ജാതികളായി മാറി നിൽക്കേണ്ട ആവശ്യം, പല ജാതികളായി തട്ടുകളിൽ നിന്നുകൊണ്ട് മത്സരിക്കുകയും തമ്മിലടിക്കുകയും ചെയ്യേണ്ടുന്ന ആവശ്യം ഇവിടുത്തെ പാർട്ടിക്കാണുള്ളത്, ഇവിടുത്തെ മാധ്യമങ്ങൾക്കാണുള്ളത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും നമ്മുടെ ഈ കേരളത്തിലെ ഇന്ന് കാണുന്ന ഇടത് വലത് പാർട്ടികൾ ഏതെങ്കിലും ഹൈന്ദവ ജാതികൾ ഒരുമിക്കുന്നതിന് യാതൊരു തരത്തിലും അവർ യാതൊരു അനുകൂലമായ നിലപാടെടുക്കില്ല എന്ന് മാത്രവുമല്ല, അതിനെ എങ്ങനെയൊക്കെ ടോർപ്പിഡോ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവർ ടോർപ്പിഡോ ചെയ്യും. ഈ നേതാക്കന്മാരെ എങ്ങനെയൊക്കെ പ്രലോഭിപ്പിക്കാനും എങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്താനും കഴിയുമോ ആ വഴികളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഹൈന്ദവ ഐക്യം സാധ്യമാകാതിരിക്കുവാൻ വേണ്ടി ജാതി സംഘടനകളെ അവർ അകറ്റി നിർത്തുക തന്നെ ചെയ്യും. ഇതിൻ്റെ ഫലമായി ദുർബലമാകുന്ന ഇവിടുത്തെ ഹിന്ദുവാണ്. അതെ. അതുമാത്രമല്ല, വോട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ഹിന്ദുവിൻ്റെ ഐക്യം തടസ്സമാണ് എന്നുള്ളത് അവർക്കറിയാം. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം പറഞ്ഞാൽ ആ പാർട്ടിയിൽ നിൽക്കുന്നതിൽ 80% 90% ഹിന്ദുക്കളാണ്. അതെ.
അല്ലേ? അതെ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവിനെ ഹിന്ദു എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? നാമധാരി. പിണറായി വിജയനും ഹിന്ദുവാണ്. അതെ. പിണറായി മകൻ ഹിന്ദുവാണ്, ഭാര്യ ഹിന്ദുവാണ്, മകള് ഹിന്ദുവാണ്. മകൻ അവിടെ പോകുമ്പോൾ ഒരു വീഡിയോ എടുത്തു അല്ലെങ്കിൽ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ അഴിച്ചുവിടുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണെന്ന് ആലോചിക്കണം. അതെ അതെ അതെ. പണ്ടൊരു മുഖ്യമന്ത്രി എല്ലാ വ്യാഴാഴ്ചയും എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂരിൽ പോകുമായിരുന്നു. അതെ. ആ മുഖ്യമന്ത്രിയും ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട് അല്ലേ? അതെ. അവിടെയും എല്ലാം ശരിയാണെന്നല്ല, അവിടെയും ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി, വോട്ട് ബാങ്കുകൾ നിലനിർത്തുന്നതിന് വേണ്ടി ആ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടുകൾ അദ്ദേഹത്തിന് തന്നെ അപകടം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതെ. അദ്ദേഹം ഒരിടത്തും അല്ലാതായി പോയിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ ഇതൊക്കെ ഈ രാജ്യത്തിൽ ചരിത്രം എന്നുള്ള നിലയിൽ നിലനിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ക്ഷേത്രത്തിലൊരു ഹിന്ദു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു നേതാവ് പോകുമ്പോൾ അവിശ്വാസി അല്ലേ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? ഇത് പറയാൻ കാരണം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളുടെ ആത്മഹത്യ, ഒരു പൂജാരി തന്ത്രി ആത്മഹത്യ ചെയ്തു. ഈ ഭാഗത്താണ് അത്. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഇലക്ഷൻ്റെ തലേ ദിവസം വന്ന കുറേ വാർത്തകൾ, അദ്ദേഹം അതിനെ നഖശികാന്ത് എതിർത്തിട്ട് അവിടെ വെച്ച് പറയാണ്, ഭദ്രകാളി അമ്മയുണ്ടെങ്കിൽ, പറഞ്ഞത് വേറെ ആരുമല്ല നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ, ഭദ്രകാളി അമ്മയുണ്ടെങ്കിൽ ഈ പറഞ്ഞവനൊക്കെ അനുഭവിക്കും എന്ന് പറയത്തക്ക രീതിയിലേക്ക് ഈ ഇടതുപക്ഷക്കാർ മാറി. ഈശ്വര വിശ്വാസത്തിലേക്ക് മാറി എന്നുള്ളതല്ല, ഈശ്വര വിശ്വാസികളാണ് ജന്മനാ ഈ ഹിന്ദുക്കൾ എല്ലാം, മനസ്സിലല്ലേ? ആ വിശ്വാസികൾ മാറിയതെവിടെ? അധികാരത്തിന് വേണ്ടി അവൻ എന്തും പറയാൻ തയ്യാറായി, മതത്തെയും വിമർശിക്കാൻ തുടങ്ങി, ഈശ്വര സങ്കല്പങ്ങളെയും വിമർശിക്കാൻ തുടങ്ങി. ഇപ്പം അങ്ങനെ തിരിച്ചു പറയുന്നത് അതും അധികാരത്തിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഈശ്വരനെ, ഈശ്വരീയ സങ്കല്പങ്ങളെ അധിക്ഷേപിച്ചാൽ അധികാരം കിട്ടും, നിലനിർത്താൻ പറ്റുമെങ്കിൽ അധിക്ഷേപിക്കുക. അതാണ് കമ്മ്യൂണിസ്റ്റ് ഹിന്ദു ചെയ്യുന്നത്. അതല്ല, അങ്ങനെ അധിക്ഷേപിച്ചാൽ അധികാരം പോകും എങ്കിൽ പിന്നെ ആരാധിക്കുക. ഈ രണ്ട് നയവും നമ്മൾ തീർത്ഥം വാങ്ങിച്ച് കൈകഴുകി കളയുന്നത്, അതാണ് ഈ തന്ത്രി ചോദ്യം ചെയ്തതും അത് സംസാരിക്കേണ്ടി വന്നതും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലേക്ക് പോയതും. നോക്കൂ, ഈ നിലപാടുകൾ ആണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. നിലപാടുകൾ പാർട്ടിക്ക് വേണ്ടി, നിലപാടുകൾ ജാതിക്ക് വേണ്ടി, നിലപാടുകൾ മതത്തിന് വേണ്ടി, നിലപാടുകൾ തൻ്റെ മനസാക്ഷിക്കനുസരിച്ചല്ല ഇവരാരും എടുക്കുന്നത്. മനസ്സിലാവുണ്ടോ? അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.